ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണുവാൻ യോഗ്യരവരല്ലോ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണുവാൻ യോഗ്യരവരല്ലോ. നാഥനിതാ തൻ ഹൃദയം മാതൃകയായി നൽകുന്നു. നാഥനിതാ തൻ ഹൃദയം മാതൃകയായി നൽകുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണുവാൻ യോഗ്യരവരല്ലോ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വലിയ നോമ്പിലെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് പാടുന്ന ഒരു കോലോ ഇപ്രകാരമാണ്: വഞ്ചനയറ്റൊരു ഹൃദയത്തിൽ ദൈവം വാഴുന്നു. പാവനരൂഹ പാവനമാം മനമതിൽ വാഴുന്നു. നോമ്പുത്തമമാം പ്രാർത്ഥനയുൽകൃഷ്ടം നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും. നീതിപരന്മാർ നിർമ്മലരായി വയലിൽ പണി ചെയ്തു. ദുഷ്ടനെ ദൂരെ പായിക്കാൻ നമ്മൾക്കെപ്പോഴും ഹല്ലേലൂയ തൽ പ്രാർത്ഥന കോട്ട. ഇതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുക ഇങ്ങനെയാണ്: വഞ്ചനയില്ലാത്ത ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ശുദ്ധമുള്ള മനസ്സിൽ പരിശുദ്ധ റൂഹ വസിക്കുന്നു. നോമ്പും പ്രാർത്ഥനയും ഉത്കൃഷ്ടമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്നാൽ നിർമ്മല ഹൃദയം അത് രണ്ടിനെയും കവച്ചു വെക്കുന്നതിന് തുല്യമാണ്. നീതിയുള്ളവരെല്ലാം നിർമ്മല മനസ്സോടുകൂടി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനായി? ദുഷ്ടനെ ദൂരെ പായിക്കുവാൻ വേണ്ടി. എങ്ങനെയാണ് അവർ പണിയെടുക്കുന്നത്? പ്രാർത്ഥനയാകുന്ന കോട്ട കെട്ടിക്കൊണ്ട് ദുഷ്ടനെ ദൂരത്തേക്ക് ഓടിക്കുവാൻ തക്കവണ്ണം പണിയെടുക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിൻ്റെ അവസാന പാദത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന ആവശ്യമാണ്. വഞ്ചന ഇല്ലാത്ത ഒരു ഹൃദയത്തിന് ഉടമയാണോ ഞാൻ? നിർമ്മലമായ മനസ്സിന് ഉടമയാണോ? ശുദ്ധമുള്ള ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സ് നിറയ്ക്കുന്നുണ്ടോ? ദുഷ്ടനെ ദൂരെ പായിക്കുവാൻ തക്കവണ്ണം നീതിപരന്മാർ എപ്രകാരം പ്രാർത്ഥനയാകുന്ന കോട്ട കിട്ടുന്നുവോ അപ്രകാരം നാമും പ്രാർത്ഥനയാകുന്ന കോട്ട കെട്ടി ദുഷ്ടനെ നമ്മളിൽ നിന്നും ദൂരെ പായിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. നിർമ്മലമായ ഹൃദയവും ശുദ്ധമുള്ള മനസ്സും നേടുവാൻ ഈ പരിശുദ്ധമായ നോമ്പിൽ പ്രാർത്ഥനയാകുന്ന കോട്ട നമുക്ക് കെട്ടാം. തിരുവചനം 51-ാം സങ്കീർത്തനം 10-ാം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നമുക്ക് നമ്മുടെ ഹൃദയം പൂർണ്ണമായും ശുദ്ധമുള്ളതായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എല്ലാം നിർമ്മലമായി തീരുവാൻ തക്കവണ്ണം, വെടിപ്പാക്കപ്പെട്ട പുതുതാക്കപ്പെട്ട അനുഭവത്തിലായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ സമർപ്പിക്കുവാൻ സാധിക്കണം. ശുദ്ധമുള്ള മനസ്സ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ എങ്ങനെയാണ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്, പിന്നെയോ നിങ്ങളുടെ മനസ്സിൻ്റെ പുതുക്കത്താൽ രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സ് ഇന്ന് എന്തിനൊക്കെയെങ്കിലും അടിപ്പെട്ടു പോയിട്ട് ഉണ്ടായെങ്കിൽ, ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ നിറയപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റമാണ് കർത്താവ് ഈ നോമ്പിൻ്റെ നാളുകളിൽ ആഗ്രഹിക്കുന്നത്.
തിരുവചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൽ ശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിർമ്മല മനസ്സോടുകൂടി നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കട്ടെ. ഈ നോമ്പ് അവസാനിക്കുമ്പോൾ നമുക്ക് ഹൃദയം ശുദ്ധമുള്ളതും മനസ്സ് പുതുതാക്കപ്പെട്ടതുമായ അവസ്ഥയിലായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒരു കഥ ഇങ്ങനെയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു സന്യാസി ഒരു ആശ്രമത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും ദേഷ്യം വരും. കോപം വന്നാൽ നിയന്ത്രണമില്ലാതെ സംസാരിക്കുകയും പെരുമാറ്റം വഴി എല്ലാവരെയും വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആശ്രമത്തിന് എന്നും അസ്വസ്ഥതകളായിരുന്നു. തൻ്റെ ബലഹീനതയെക്കുറിച്ച് ഈ സന്യാസിക്ക് അറിയാമായിരുന്നു. മറ്റുള്ളവർ തന്നെ ഓർത്ത് ദുഃഖിക്കുകയും തന്നെ ഓർത്ത് ലജ്ജിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിലൊക്കെ അദ്ദേഹം തന്നെക്കുറിച്ച് ഓർത്ത് വളരെയധികം സങ്കടപ്പെടുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ അദ്ദേഹം തീരുമാനമെടുത്തു, ഈ ആശ്രമത്തിന് വിരുദ്ധമായി ഇനി ഒന്നും ചെയ്യണ്ട, ഇവിടെ നിന്നും പുറത്തേക്ക് പോവുക. അങ്ങനെ അദ്ദേഹം ആശ്രമം വിട്ട് ഒരു വനത്തിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഗുഹയിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വെള്ളമെടുക്കുവാനായിട്ട് തൻ്റെ മൺകലവും എടുത്ത് അദ്ദേഹം നീരുറവ തേടിപ്പോയി. അങ്ങനെ നീരുറവയിൽ നിന്നും വെള്ളമെടുത്ത് അദ്ദേഹം അവിടെ വെച്ചു. ആ വെള്ളം വെച്ച് അദ്ദേഹം അടുത്ത നിമിഷം ഈ മൺകലം മറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോയി. വീണ്ടും അദ്ദേഹം ദേഷ്യം വന്ന് ആ മൺകലത്തിൽ വെള്ളം നിറച്ച് വീണ്ടും അവിടെ എടുത്തു വയ്ക്കുകയും അപ്രാവശ്യവും കൈവിട്ടതേ കലം ചെരിഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകി. ദേഷ്യം കൊണ്ട് ജ്വലിച്ചതായ സന്യാസി കോപത്തോടെ കലമെടുത്ത് ഒരു ഏറ് വെച്ചു കൊടുത്തു. അത് തകർന്ന് ചിതറിപ്പോയി. ദേഷ്യം കെട്ടടങ്ങിയപ്പോഴാണ് സന്യാസിക്ക് ബോധോദയമുണ്ടായത്. ഇനി എങ്ങനെയാണ് വെള്ളം കൊണ്ടുപോവുക? പാത്രം കയ്യിലില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, കൂട്ടുകാർ മാറിയാലും ആശ്രമം മാറിയാലും ഉള്ളിലെ കോപത്തെ കീഴടക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. സദൃശവാക്യങ്ങൾ 16:32 ഇങ്ങനെ പറയുന്നു, ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചിറക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ അവസാന പാദത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ നിർമ്മലമാക്കി തീർക്കുവാൻ തക്കവണ്ണം, ശുദ്ധമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം, കോപമെന്ന വികാരത്തെ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ